ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കണ്ണൻ മാളു എന്റർടൈൻമെന്റ്സ്. കോഴിക്കോട് ഈ വർഷം നടന്ന പൂന്തേനരുവി ആഘോഷത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പാറോപ്പടി ബോധാനന്ദ ആശ്രമത്തിൽ വെച്ചാണിത് നടന്നത്. ശ്രീ അധ്യാത്മാനന്ദ സരസ്വതി സ്വാമിജിയും സേവകരും കുട്ടികളുമെല്ലാം ചേർന്ന് നല്ലൊരു ആഘോഷമായിരുന്നു. പൂന്തേനരുവി ഉദ്ഘാടനത്തിന് സ്വാമിജിയും കിരീടിയും ഒരുപാട് കഴിവുകളുള്ള പാർവതി ചേച്ചിയും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. കഴിഞ്ഞ വർഷവും ഞങ്ങൾ പൂന്തേനരുവിയിൽ പങ്കെടുത്തിരുന്നു. ഉദ്ഘാടനമെല്ലാം നല്ല ഭംഗിയായി കഴിഞ്ഞു. അതിനുശേഷം സ്വാമിജി ഞങ്ങളോട് സംസാരിച്ചു. അതിനുശേഷം കിരീടി ഞങ്ങൾക്ക് പൂന്തേനരുവി തുടങ്ങാനുള്ള അനുവാദം നൽകി. പൂന്തേനരുവി എന്താണെന്നല്ലേ? കളിക്കാൻ ചിരിക്കാൻ പൂന്തേനരുവി. പൂന്തേനരുവിയിൽ ഞങ്ങൾ കൂട്ടുകാർ ഒരുപാട് കളികൾ കളിച്ചു. പാട്ടിലൂടെയും കഥയിലൂടെയും ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. നല്ല രസമുള്ള കളികളായിരുന്നു അതെല്ലാം. പിന്നെ ഞങ്ങൾ അവിടുത്തെ മരത്തിലൊക്കെ കയറി കളിച്ചു. അവിടുത്തെ രസമുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. ആശ്രമത്തിൽ നിന്നും ഞങ്ങൾക്ക് നല്ല രുചികരമായ ഭക്ഷണം നൽകി. അത് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ നല്ല രസമായിരുന്നു. നിറയെ കലാപ്രകടനങ്ങളും ഉണ്ടായിരുന്നു. സമ്പോധ് ഫൗണ്ടേഷൻ കോഴിക്കോടിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തിവരുന്ന കുട്ടികളുടെ അവധിക്കാല ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. പൂന്തേനരുവി 2024 എന്ന പേരിൽ നടത്തിയ പരിപാടി പാറോപ്പടി ബോധാനന്ദ ആശ്രമത്തിലാണ് ആരംഭിച്ചത്. സംഭൂജ്യ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതിയാണ് മുഖ്യാചാര്യൻ. വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച കുമാരി പാർവതി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മെയ് 2 വരെ നടക്കുന്ന പരിപാടി രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ്.